വിദ്യാലയമുറ്റത്ത് ജൈവരീതിയിൽ മഞ്ഞൾ കൃഷി ചെയ്ത് 400 കിലോയിലധികം വിളവെടുത്ത കുട്ടി കർഷകർ. ഷൊർണൂർ ആര്യഞ്ചിറ AUP സ്കൂളിലാണ് വിളവെടുപ്പിന്റെ വിജയഗാഥ. മഞ്ഞൾ മാത്രമല്ല, കപ്പയും ചേനയും വാഴയും ചക്കയുമെല്ലാം വിളഞ്ഞു നിൽക്കുന്നുണ്ട് ഇവരുടെ കൃഷിയിടത്തിൽ. റിപ്പോർട്ട് കാണാം. ആര്യഞ്ചിറ UP സ്കൂളിലെ ഈ കാണുന്ന കുട്ടി കർഷകരാണ് കൃഷിയിടത്തിൽ വിത്തിട്ടതും വളം നൽകിയതും വിളവെടുത്തതും. പഠന ഇടവേളകൾ എല്ലാം കൃഷിക്കായി ഉപയോഗിക്കും. സ്കൂളിലെ പാചകപ്പുരയിൽ നിന്നുള്ള ഭക്ഷണാവശിഷ്ടങ്ങളും ചാണകവും മാത്രം വളമായി നൽകിയാണ് ഇവർ കൃഷിത്തോട്ടത്തിന് ജീവൻ നൽകിയത്. രാവിലെയും വൈകുന്നേരവും നനയ്ക്കും. 10 വർഷത്തിലധികമായി തുടർച്ചയായി കൃഷിത്തോട്ടം പരിപാലിച്ചു പോരുന്ന വിദ്യാലയമാണിത്. മഞ്ഞൾ കൃഷി ചെയ്ത് 400 കിലോ വിളവാണ് ഇത്തവണ ലഭിച്ചത്. മഞ്ഞൾ കൂടാതെ കപ്പയും ചേനയും വാഴ കൃഷിയുമെല്ലാം ഇവർ കൃഷി ചെയ്തു പോരുന്നു. ഞങ്ങൾ ആര്യഞ്ചിറ UP സ്കൂളിലെ ഹരിത ക്ലബ്ബ് വിദ്യാർത്ഥികളാണ്. ഞങ്ങളുടെ സ്കൂളിൽ വിളവെടുത്ത മഞ്ഞളാണ് ഇവിടെ കാണുന്നത്. ഞങ്ങളുടെ സ്കൂളിൽ അധ്യാപകരുടെ പിന്തുണയോടെയാണ് ഞങ്ങൾക്ക് വിളവ് കിട്ടാൻ സാധ്യമായത്. കളിമൈതാനത്ത് ചുറ്റും കുട്ടികൾ നട്ടുപിടിപ്പിച്ച 15ഓളം വിയറ്റ്നാം മെർലി ഇനത്തിൽപ്പെട്ട പ്ലാവിൻ തൈകളിൽ നിറയെ ചക്കകൾ കായ്ച്ചു നിൽക്കുന്നുണ്ട്. ഉച്ചഭക്ഷണത്തിന് രുചി കൂട്ടാൻ ഇവയെല്ലാം ധാരാളം തന്നെ. സ്കൗട്ട്, JRC, ഹരിതം ക്ലബ്ബ് എന്നിവർ സംയുക്തമായാണ് കൃഷി പരിപാലനം. പ്രധാന അധ്യാപകൻ ശാന്തിലാലിന്റെ മേൽനോട്ടത്തിലാണ് കൃഷി. ആര്യഞ്ചിറ UP സ്കൂളിലെ ഹരിതം ക്ലബ്ബ്, അതുപോലെ ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, അതുപോലെ JRC ഈ ക്ലബ്ബുകളുടെ കുട്ടികളുടെ നേതൃത്വത്തിൽ നടത്തുന്ന വിവിധ കാർഷിക പ്രവർത്തനങ്ങൾ. ഇപ്പോൾ നമ്മുടെ മഞ്ഞൾ കൃഷിയിൽ നമുക്ക് ജൈവ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള കൃഷിയിൽ നിന്ന് 400 കിലോഗ്രാം മഞ്ഞളാണ് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ വർഷം ആരംഭത്തിൽ വിവിധ പച്ചക്കറികൾ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിൽ മത്തൻ, കുമ്പളൻ, വെണ്ട, പയർ, അതുപോലെ ഒത്തിരി ഇനങ്ങൾ. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളിൽ വിഷരഹിതമായിട്ടുള്ള ഉച്ചഭക്ഷണമാണ് നമുക്ക് ഇതുമൂലം കൊടുക്കാൻ സാധിക്കുന്നത്. നമ്മുടെ കളിക്കളത്തിന് ചുറ്റും 15ഓളം ഗ്രാമങ്ങളിൽ നിന്നായിട്ട് നമുക്ക് വിയറ്റ്നാം മേളി ഇനത്തിലുള്ള ചക്കകൾ നമ്മൾ ഉച്ചഭക്ഷണത്തിന് നന്നായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ കപ്പ ഉപയോഗപ്പെടുത്തുന്നുണ്ട്, ചേന ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം വളരെ നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. സഹ അധ്യാപകരായ PP ചന്ദ്രിക, മുഹമ്മദ് ഷിയാസ് എന്നിവർ ഒപ്പമുണ്ട്. UTV ന്യൂസ്, പാലക്കാട്.